വിശ്വാസികളാണെങ്കിൽ അവർ പറഞ്ഞു, മൂസ, ഓ മൂസേ, ഇന്നാലെ നദ്ഖുലഹ, തീർച്ചയായും നമ്മൾ അതിൽ കയറൂല, ഒരിക്കലും കയറൂല. അബദം മാ ദാമൂ ഫിഹ, അല്ലെ, മാ ദാമൂ, അവർ ആയിരിക്കുന്ന കാലത്തോളം ഫിഹ, ആ നാട്ടിൽ, ആ വലിയ ആജാനുബാഹുക്കളായ ആളുകൾ ആ നാട്ടിലുള്ള കാലത്തോളം ഞങ്ങൾ ഒരിക്കലും അവിടെ കയറൂല മൂസേ. അതുകൊണ്ട് ഇത് ഹബ്, നീ പോയിക്കോ, നീ പോയിക്കോ, ഓ റബ്ബുക്ക, നിന്റെ റബ്ബും പോയിക്കോ, എന്നിട്ട് ഫഖാത്തില, നിങ്ങൾ രണ്ടുപേരും യുദ്ധം ചെയ്തോ, ഹും, അവരോട്, ആ വലിയ വലിയ ആളോട് നിങ്ങൾ രണ്ടുപേരും യുദ്ധം, നമ്മൾ ഹാഹുന, ഇവിടെ കായിദുൻ, നമ്മളിവിടെ ഇരുന്നോളാം, അനിൽ കിത്താലി. കായത എന്ന് വെച്ചാൽ എന്താണ്? കായത എന്ന് വെച്ചാൽ പോവാതിരിക്കുക എന്നാണ്. അപ്പോൾ യുദ്ധത്തിന് പോവാതെ നമ്മളിവിടെ ഇരിക്കും, നിങ്ങൾ രണ്ടുപേരും വേണം യുദ്ധം ചെയ്തു. അപ്പോൾ കാലം മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഹീനീതൻ, അന്ന് ആ സമയം, റബ്ബി, എൻ്റെ റബ്ബെ, നിശ്ചയം ഞാൻ, ലാ അംലിക്കു, എനിക്ക് കഴിയില്ല പടച്ചവനെ, ഇല്ലാ നഫ്സി, എൻ്റെ നഫ്സിനെ അല്ലാതെ ഞാൻ മിൽക്കാക്കിയിട്ടില്ല, ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല, കഴിവില്ല എന്നല്ല, ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല, എനിക്ക് അധികാരമില്ല, എന്നിലില്ലാതെ എനിക്ക് അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇല്ല ആഹി, എൻ്റെ സഹോദരനല്ലാതെ, സഹോദരൻ എനിക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് രണ്ടാളുടെ കാര്യമുള്ളൂ, ഇവരുടെ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല പടച്ചവനെ എന്നാണ്. വല അംലിക്കു ഗൈറഹുമാ, ഈ രണ്ടെണ്ണത്തിന്, അതായത് എൻ്റെ കാര്യവും എൻ്റെ സഹോദരൻ്റെ കാര്യം അല്ലാതെ എനിക്ക് യാതൊരു അധികാരമില്ല പടച്ചവനെ. അതുകൊണ്ട് ഉജിബിറുഹു, എന്താ പറയുക, ഉജിബിറുഹു അല ത്വാഅ, അതോ അവിടെ ഉജിബിറുഹും എന്നും വായിക്കാം, ഉജിബിറഹും എന്നും വായിക്കാം. അംറിൻ്റെ മേലെ അത്ഫ് ചെയ്തു എന്നുള്ള, അല്ല, നെഹിയുടെ മേലെ അത്ഫ് ചെയ്തു, അല്ല, നെഹിയുടെ ജവാബ് എന്ന നിലയ്ക്ക്, നെഹിയുടെ ജവാബ് എന്ന നിലയ്ക്ക് ആകുമ്പോൾ ഉജിബിറഹും നിസ്ബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റേ അത്ഫ് ചെയ്തിട്ടാണെങ്കിൽ ഉജിബിറുഹും എന്ന് വായിക്കാം. എന്തായാലും ഞാൻ അവരെ ഗണിക്കുകയാണ് പടച്ചവനെ, ധിക്കാരികളാണെന്നാണ് ഞാൻ അവരെ ഗണിക്കുന്നത്. അല്ല, താഴത്തിന് മേലെ, അതായത് അള്ളാഹുവിന് വഴിപ്പെടുന്നതിന് മേലെ അവർ ധിക്കാരം പ്രവർത്തിക്കുകയാണെന്നാണ് ഞാൻ അവരെ പറ്റി മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അവരെ ഗണിക്കുന്നത് പടച്ചവനെ. ഫഫ്റുഖ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം പടച്ചവനെ, നീ വിട്ടുപിരിക്കണം, ഫഫ്സിൽ, നീ വേർതിരിക്കണം പടച്ചവനെ, ബൈന, ഞങ്ങളുടെ ഇടയിലും, വബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഈ ധിക്കരികളായ ഈ സമൂഹത്തിൻ്റെ ഇടയിലും. ഇവർ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല പടച്ചവനെ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ലഹു, മൂസ അലൈഹി സ്വലാമിനോട്, ഫഇന്നഹാ, അത്, അയിൽ അർളു മുഖദ്ദസ, ആ ഷാം എന്ന ആ പരിശുദ്ധ ഭൂമി, അത് മുഹറമത്ത്, പവിത്രമാണ്, അലൈഹിം, അവരുടെ മേൽ, അതായത് അവരുടെ മേൽ ഹറാമാക്കപ്പെട്ട, നിഷിദ്ധമാണ്. അങ്ങനെ അയ്യദ്ഹുല, അതായത് അവരതിന് കയറുന്നതിന് തൊട്ട് ഇനി അവർക്ക് കയറാൻ കഴിയൂല. 40 സന, 40 കൊല്ലം അവർക്ക് കഴിയൂല ആ നാട്ടിൽ. അവർ ധിക്കാരം പ്രവർത്തിച്ചില്ലേ, നബിയും അള്ളയും നബിയും പറഞ്ഞിട്ട് അവർ ധിക്കാരം പ്രവർത്തിച്ചില്ല. 40 കൊല്ലം അവരുടെ മേൽ വിലക്കപ്പെട്ട ഭൂമിയാണ് എന്നത്. യതീഹൂന, അവർ അലഞ്ഞേരിയും, യതഹയ്യറൂന, അവർ എന്തോ ചിത്തം ബാധിച്ചവരാകും, അതായത് പരിഭ്രമം അല്ലെങ്കിൽ എന്തോ ഭയാശങ്ക പിടികൂടിയവരാകും അവരിങ്ങനെ എന്തോ ഒരു കോലത്തിൽ ഇങ്ങനെ നടക്കും, പേടിച്ചരണ്ട് ഇങ്ങനെ നടക്കും. ഫിലർദ്, ഭൂമിയിലൂടെ. വയ്യ തിസ്അതു ഫറാസഹ്, എത്രയാണ്? 9 ഫർസഖ് ദൂരമാണ്. ആ 9 ഫർസഖ് ദൂരത്തിലായിട്ട് അവരിങ്ങനെ നടക്കും. ഖാലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. അതായത് അവരെ പറ്റി പറയുന്നത്, ഇതിവിടെ വരുന്നുണ്ടോ എന്ന് അറിയില്ല, നോക്കിയിട്ടില്ലായിരുന്നു. അതായത് അവർ പകൽ സഞ്ചരിക്കും, പകൽ രാവിലെ തന്നെ സഞ്ചരിക്കും, വൈകുന്നേരം ആകുമ്പോൾ എവിടെ നിന്നാണോ പുറപ്പെട്ട അവിടെ തന്നെ എത്തിച്ചേരും. അങ്ങനെ അവിടെ 10-40 കൊല്ലം അങ്ങനെ കഴിഞ്ഞുകൂടി. അള്ളാഹുടെ ശിക്ഷയായിട്ട് അള്ളാഹ് അവർക്ക് വിലക്കപ്പെട്ടതാക്കി ആ ഭൂമി. അങ്ങനെ എന്തായാലും ഫലാ തഹ്സൻ, താങ്കൾ ദുഃഖിക്കണ്ട, അള്ളാഹ് മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, അൽ ഖൗമിൽ ഫാസിഖ്, ഈ അക്രമകാരായ സമൂഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കണ്ട. റുവിയ, നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നഹും, അവർ കാനു യസീറുവിന്, അവർ സഞ്ചരിക്കുമായിരുന്നു, അല്ലയില്ല, രാത്രിയിൽ, ജാദീനായിട്ട്, ജാദീ എന്ന് വെച്ചാൽ നോക്കട്ടെ, 10 ജാദീന, മറന്നുപോയി, ജാദീന നോക്കിയിട്ട് പറയാം. എന്തായാലും ജാദീന, ഫൈദ അസ്ബഹു, അങ്ങനെ അവർ രാത്രിയിലാണ് സഞ്ചരിക്കുന്നത്, പകലല്ല, രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അങ്ങനെ ഫൈദ അസ്ബഹു, അവർ വെളുപ്പം കാലത്ത്, ഇദാഹും ഫിൽ മൗലി, ഇദാഹും, അവർ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. അവർ എവിടെയാണോ തുടങ്ങി, അൽ മൗലി എങ്ങനത്തെ സ്ഥലമാണ്, അല്ലദീ ഇബ്തദഊ മിൻഹു, അവരവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്, അവിടെ തന്നെ അവർ എത്തിച്ചേരും. ജദാടെ അർത്ഥം
ജാതീന. അവരിങ്ങനെ പരന്ന് നടക്കുന്നങ്ങാണ്ടാണ് ജാതീന, നോക്കിയിട്ട് പറയാം എന്തായാലും. ജാതീന പരന്ന് നടക്കുന്നങ്ങോട്ടാണ്. ഇബത്തത ഓ മിൻഹു വയസീറൂന നഹാർ, എന്നിട്ട് അവർ പകൽ സഞ്ചരിക്കണം. അങ്ങനെ തന്നെ കദാലിക അപ്രകാരം തന്നെ. ഹത്തൻ കറലൂ, അങ്ങനെ അവർ മരിച്ചു. കുല്ലുഹു, അവർ മുഴുവനും മരിച്ചു. ഇല്ലാമൻ ലം യബുലുൽ ഇഷിരീന, 20 വയസ്സാവാത്തവരൊക്കെയും മരിച്ചു. കീല പറയപ്പെട്ടു വക്കാനു അവർ സിത്തുമിയത്തി അൽഫ്, എത്ര ഉണ്ട്? 600,000 ആളുകൾ. സിത്തമിയത്തി അൽഫ്, അങ്ങനെയല്ല വായിക്കുക, സിത്തമിയത്തി അൽഫിൻ 600,000, 60 സിത്തമിയത്ത് എന്ന് വെച്ചാൽ 600,000, 6 ലക്ഷം ആളുകളുണ്ടായിരുന്നു. മാത്ത ഹാറൂൻ മൂസ അലൈഹിസ്സലാം, അവർ രണ്ടുപേരും മരണപ്പെട്ടു. തീ മരുഭൂമിയിൽ വെച്ചു. കാന റഹ്മത്തൽ ലഹുമ, അതവർക്ക് അനുഗ്രഹമായിരുന്നു. വഅദാബൻ ലി ഉലായിക്ക്, ആ സമൂഹത്തിന് ശിക്ഷയായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഒരു പ്രവാചകന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ശിക്ഷയാണ്. ഇങ്ങനെ ഹദീസിലൊക്കെ കാണാം. എന്താണ്, ഒരു സമൂഹത്തിന് അള്ളാഹു ഗുണം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സമൂഹം മരണപ്പെടുന്നതിന് മുമ്പേ അവരുടെ പ്രവാചകനെ മരിപ്പിക്കുന്നു. ഒരു സമൂഹത്തിന് ശിക്ഷയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ തിരിച്ച്, ആദ്യം ആ സമൂഹത്തിനെ മരിപ്പിക്കും, പിന്നെ പ്രവാചകനെ മരിപ്പിക്കും. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ വഫാത്താക്കിയല്ലോ. അപ്പം അത് മുഹമ്മദീയ ഉമ്മത്തിന് അനുഗ്രഹമാണെന്നാണ്. ഇത് നേരെ തിരിച്ച് അങ്ങനെ ആവാനാ സാധ്യത. എന്തായാലും അത് അവർക്ക്, ഇവർക്ക് രണ്ടുപേർക്കും അത് ഗുണകരമായിരുന്നു, കാരുണ്യമായിരുന്നു. പക്ഷേ ആ സമൂഹത്തിന്, ധിക്കാരികളായ സമൂഹത്തിന് ശിക്ഷയായിരുന്നു. സാല മൂസ റബ്ബഹു, മൂസ അലൈഹി സ്വലാം തൻ്റെ റബ്ബിനോട് ചോദിച്ചു. ഇന്ത മൗത്തിഹി, താൻ മരിക്കുന്ന വേളയിൽ, ഐ യുദിനിഹി, തന്നെ അടുപ്പിക്കുവാൻ, ഐ യുദിനിയഹു, തന്നെ അടുപ്പിക്കുവാൻ, മിനൽ അർദിൽ മുഖദ്ദസ, ആ പവിത്രമായ ഭൂമിയോട് അടുപ്പിക്കണം. റമ്യത്ത ബിഹജർ, റമ്യത്തൻ ബിഹജർ, ഒരു കല്ലുകൊണ്ട് എറിഞ്ഞാലുള്ള എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തിൻ്റെ അടുത്തായിട്ട് പ്രവേശിപ്പിക്കണം. അങ്ങനെ ഫഅദിനാഹു, അള്ളാഹു അദ്ദേഹത്തെ അടുപ്പിച്ചു. കമാഫിൽ ഹദീസി, ഹദീസിലുള്ളതുപോലെ. നുബിയ യൂഷ അലൈഹി ഇസ്ലാമിന് നുബുവത്ത് നൽകപ്പെട്ടു. ബാദൽ 40 കൊല്ലത്തിന് ശേഷം. ഉമിറ ബിഖിതാൽ ജബ്ബാരീൻ, ആ ക്രൂരന്മാരായ, യൂഷ കാലത്ത് നല്ല ആളുകളല്ലേ, അപ്പോൾ ആ ക്രൂരന്മാരായ ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെട്ടു. ഫസാറ, അദ്ദേഹം സഞ്ചരിച്ചു. ബിമൻ ബക്കിയ മാഹു, അദ്ദേഹത്തോടുകൂടി ബാക്കിയുള്ള 20 വയസ്സാവാത്തവരും ആണല്ലോ, അവരാണല്ലോ ബാക്കിയായത്. അദ്ദേഹത്തോടുകൂടി ബാക്കിയായ ആളുകളോടൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു. വഖാത്തലുഹും, അവരോട് യുദ്ധം ചെയ്തു. വഖാന യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വഖഫത്ത് ലഹു ഷംസു, സൂര്യൻ അദ്ദേഹത്തിന് വേണ്ടി നിന്നു. സാഅത്തൻ, കുറച്ച് സമയം. ഹത്ത ഫറഗ അൻ കിതാലിഹിം, അവരോടുള്ള യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്നിടം വരെ. വറവ അഹമ്മദ് നിവേദനം ചെയ്തിട്ടുണ്ട് ഫി മുസ്നദി, തന്നെ മുസ്നദിൽ ഹദീസ, ഈ ഹദീസ് ഏതാണ്? ഇന്ന ഷംസ ലം തുഹ്ബസ്, സൂര്യനെ പിടിച്ചു നിർത്തപ്പെട്ടിട്ടില്ല. അലാ ബശരി, ഒരാളുടെ മേലെ, ഇല്ല യൂഷ അലൈഹി ഇസ്ലാമിനെ ഒഴികെ. ലയാലിയ, കുറച്ച് രാത്രികളിൽ. സാറ ഇല ബൈത്തി മുഖദ്ദസ്, അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് സഞ്ചരിച്ചിരുന്നു ആ സമയത്ത്. അതായത് അന്നത്തെ ആ യുദ്ധത്തിന് സംഗതി ഇവർക്ക് എന്താണ്, ശനിയാഴ്ച പറ്റൂല്ലോ, ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ദിവസമാണല്ലോ. ശനിയാഴ്ച യുദ്ധം ചെയ്യാൻ പറ്റൂലായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് യുദ്ധം ചെയ്ത് തീർക്കാൻ വേണം. അപ്പോൾ സൂര്യൻ എന്തായിട്ടില്ല, അങ്ങോട്ട് പോയില്ല, അവിടെ പിടിച്ചു നിർത്തപ്പെട്ടു എന്ന്. അപ്പോൾ വൈകുന്നേരം ആയില്ല, വൈകുന്നേരം ആവുന്നതോടുകൂടി മഗ്‌രിബ് അടുത്ത ദിവസമാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു പിടിച്ചു നിർത്തി. ഇത് മാത്രമല്ല, വേറെ അലി റളിയല്ലാഹുവിൽ നിന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിന് വേണ്ടിയും സൂര്യൻ കുറച്ച് വൈകിപ്പിക്കുക സംഗതികളൊക്കെ ഉണ്ട്. പോട്ടെ. പിന്നെ വത്തുലു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ അങ്ങ് ഓതിക്കൊടുക്കുക. അലീം, അവരുടെ മേൽ, അലാ ഖൗമിക, അതായത് അങ്ങയുടെ സമൂഹത്തിൻ്റെ മേൽ. നബ ഖബർ അബ്ന ആദം അലൈഹി സ്വലാമിൻ്റെ 2 സന്താനങ്ങളുടെ ആ കഥ, ആ ഒരു വൃത്താന്തം. അതായത് ഹാബീല വഖാബീൽ, ഹാബീലിൻ്റെയും കാബീലിൻ്റെയും. ബിൽഹക്കി, സത്യസന്ധമായ നിലക്ക് പറഞ്ഞു കൊടുക്കുക, ഓതി കേൾപ്പിച്ചു കൊടുക്കുക. മുതഅല്ലിഖും ബി ഉത്തുലു എന്നതിനോട് ബന്ധപ്പെട്ടാണ് ബിൽഹക്കി എന്നുള്ള ജാർ മജ്റൂർ. ഇത് ഖറബാവ, 2 പേര് നേർച്ചയാക്കിയപ്പോൾ, ഖുർബാനൻ, ഓരോ നേർച്ചകൾ, ഇലല്ലാഹി, അള്ളാഹുലേക്ക്. വഹുവ കബിഷുൻ ലഹാ, ബൈലുൻ, അത് ഒന്നെന്താണ്, ഒരു കൊമ്പുള്ള ആടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുഖ്ലഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നേരത്തെ ഒരു വോയിസ് വിട്ടിരുന്നു, പക്ഷെ അത് എന്താ പറയുക, നെറ്റ് സ്ലോ ആയിട്ട് നഷ്ടപ്പെട്ടു പോയി.
അതിൻ്റെ ആദ്യ ഭാഗത്ത് വോയിസ് പോയി, ഇടയ്ക്കുള്ള ഭാഗത്ത് വോയിസാണ് ആദ്യം വന്നത്. ഒന്നും കൂടെ ഇത് ഇടണം ആദ്യത്തെ. അല്ല, ഇന്നലെ എവിടെയോ ആണ് നിർത്തിയല്ലേ, അവിടെ ജാദീന എന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ. ജാദീന, പരിശ്രമിക്കുന്നവരായ നിലയ്ക്ക്. രാത്രി ഇങ്ങനെ പോകും, അവർ നല്ല പരിശ്രമിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കും. രാവിലെ ആകുമ്പോൾ അവർ പുറപ്പെട്ടവരാണ് അവിടെ തന്നെ. ഇനി പകലും അതേപടി ആവർത്തിക്കും. അങ്ങനെയാണ്. പിന്നെ ഇന്നലെ ഇവിടം വരെ അവസാനം പറഞ്ഞു നിർത്തിയത്. ഒന്നും കൂടെ വത്തുലു തൊട്ട് പറയാം. വത്തുലു യാ മുഹമ്മദ് അലൈഹി, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അങ്ങ് അവരുടെ മേലെ ഓതുക്കി കൊടുക്കുക, അതായത് പറഞ്ഞു കൊടുക്കുക. അലാ കൗമിക, അങ്ങയുടെ സമൂഹത്തിൻ്റെ മേൽ നബ ഹബർ അബനൈ ആദം, ആദമിൻ്റെ 2 മക്കളുടെ ആ ഒരു വൃത്താന്ത വാർത്ത, അതായത് ഹാബീലോ കാബീൽ, ഹാബീലിൻ്റെയും കാബീലിൻ്റെയും കാര്യം. ബിൽ ഹക്കി, സത്യസന്ധമായിട്ട്. അത് മുത്തഅല്ലിഖും ബി ഉത്തുലു എന്നതിനോട് ബന്ധപ്പെട്ടാണ്. അപ്പം യഥാവിധം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് കറബ ഖുർബാന, അവർ രണ്ടുപേരും നേർച്ചയാക്കി. എന്തോ ഒരു കാര്യം എന്താക്കി? നേർച്ചയാക്കി. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. വഹുവ കബുഷുൻ ലി ഹാബീൽ, ഹാബീലിനുള്ളൊരു ആടും വസറലി കാബീൽ, കാബീലിൻ്റെ ഒരു കൃഷി വരും. അപ്പം കബുഷ് എന്ന് പറയുമ്പോൾ കൂറ്റനാടാണ്. അപ്പം നല്ലൊരു സാധനം തന്നെയാണ് ആര്? ഹാബീൽ നേർച്ചയാക്കി വെച്ചത്. ഹാബീൽ അലസനായിട്ട് കൃഷിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ഏതാനും വിഭവങ്ങൾ മാത്രം വെച്ചു. അങ്ങനെ ഫതുഖുബില മിൻ അഹദിഹിമാ, 2 പേരുടെ നേർച്ചയിൽ നിന്ന് ഒരാളുടെ സ്വീകരിച്ചു. അതായത് ബഹുമാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹാബീലും ഒരാളുടെ ഇതിൽ പ്രശ്നം ഉണ്ടാക്കി. ശരിക്കും അത് ഹാബീലിന് കിട്ടേണ്ടതാണ്. പക്ഷെ കാബീലിന് ആ പെണ്ണിനെ വേണം എന്ന് പറഞ്ഞു. കാരണം ആ പെണ്ണിന് സൗന്ദര്യമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നേർച്ച ആരുടെയാണ് അള്ളാഹ് സ്വീകരിക്കുന്നത്? അവർക്ക് എന്താണ്, ഈ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നാണ് സംഗതി ഉള്ളത്. അപ്പോൾ ഇവർ 2 പേരും നേർച്ച വെച്ചു. അങ്ങനെ ഫതുഖുബില മിൻ അഹദിഹിമാ, അവരിൽ നിന്ന് ഒരാളുടെ നിന്ന് സ്വീകരിക്കപ്പെട്ടു നേർച്ച. ഹാബീൽ, അതാണ് ഹാബീലാണ്. ബി അൻ നസലത്ത് നാറു മിന സമായി, ഒരു തീ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് കൊണ്ട്. അങ്ങനെ ഫഅക്കലത്ത് ഖുർബാനഹു, എന്നിട്ട് ഹാബീലിൻ്റെ തീയെ തിന്നു. ഹാബീലിൻ്റെ ഖുർബാനിനെ ഈ തീ തിന്നു. എന്നാൽ വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേ ആളൊന്നും സ്വീകരിക്കപ്പെട്ടില്ല നേർച്ച. കാബീൽ, മറ്റേ ആളാരാണ്? കാബീലാണ്. ഫഗളിബ, അങ്ങനെ അയാൾ ദേഷ്യപ്പെട്ടു. അൽമറൽ ഹസദ, പക്ഷേ തനിക്കുള്ള അസൂയെ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ അസൂയെ, സഹോദരനോടുള്ള തൻ്റെ അസൂയെ അയാൾ മറച്ചു വെച്ചു. ഫി നഫ്സിഹി, അയാളുടെ നഫ്സി തന്നെ, അയാളുടെ ഉള്ളിൽ അങ്ങനെ മറച്ചു വെച്ചു. ഏതുവരെ? ഇലാൻ ഹജ്ജ് ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്യുന്നതാണ്. ആപ്പയുണ്ടല്ലോ, ആപ്പയുള്ള കളികളൊന്നും നടക്കൂല. അങ്ങനെ അതുവരെ എന്ത് ചെയ്തു? മറച്ചു വെച്ചു, അസൂയെ പ്രകടിപ്പിച്ചില്ല. അങ്ങനെ കാലലഹു, ആപ്പ പോയപ്പോൾ, ഹജ്ജിന് പോയപ്പോൾ, കാലലഹു കാബീൽ ഹാബീലിനോട് പറഞ്ഞു, അക്കുത്തുല്ലന്നക്കും, തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. കാല, ഈ ഹാബീൽ ചോദിച്ചു, ലിമ, എന്തിനാണ്? അപ്പോൾ കാല, ഈ കാബീൽ പറഞ്ഞു, ലി തകബ്ബുലി ഖുർബാനിക്, നിന്റെ ഖുർബാൻ സ്വീകരിച്ചു, നിന്റെ നേർച്ച സ്വീകരിച്ചു, ദൂനി എൻ്റെത് കൂടാതെ, എൻ്റെത് സ്വീകരിക്കപ്പെട്ടില്ല. അപ്പം നിന്നോട് എന്നെ കസൂയേണ്ടി നിന്നെ ഞാൻ കൊല്ലും. അപ്പോൾ കാല ഹാബീൽ പറഞ്ഞു, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളിൽ നിന്നുള്ള അള്ളാഹു നേർച്ചയൊക്കെ സ്വീകരിക്കുള്ളൂ എന്ന് പറയും. ലൈൻ, ലാമ് കസമിൻ്റെതാണ്. അപ്പം ലൈൻ ബസത്ത് എന്ന് വെച്ചാൽ ലൈൻ ബസത്ത, ബസതല്ല, ലൈൻ ബസത്ത മദത്ത, നീ നീട്ടിയാൽ ഇലയ്യ, സത്യമായിട്ടും നീ എങ്ങാനും നീട്ടിയാൽ ഇലയ്യ, എന്നിലേക്ക്, ഏതൊക്കെ നിൻ്റെ കയ്യെ, ലി തഖ്തുലനീ, നീ എന്നെ കൊല്ലാൻ വേണ്ടി നീ നിൻ്റെ കയ്യെ എന്നിലേക്ക് നീട്ടിയാൽ, മാ അന ബിബാസിത്തി യദിയ ഇലൈക, ഞാൻ എൻ്റെ കയ്യെ നിന്നിലേക്ക് നീട്ടുന്നവനല്ല. ലി അഖ്തുലക്, ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി, ഞാൻ അങ്ങനെ കൊല്ലാമെന്ന്, നീ എന്നെ കൊന്നു, ഞാൻ നിന്നെ കൊല്ലാൻ കയ്യെ നീട്ടൂല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ പേടിക്കുന്നുണ്ട്. ഫീ ഖത്ലിക, നിന്നെ കൊല്ലുന്ന വിഷയത്തിൽ. ഇന്നി, നിശ്ചയം ഞാൻ, ഉരീദു അൻ തബൂഅ, നീ മടങ്ങലിനെ ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ എന്നെ കൊല്ലാവണ കൊന്നോ, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നു നീ മടങ്ങലിനെ, തർജി, നീ മടങ്ങലിനെ, ബി ഇസ്മി, എൻ്റെ കുറ്റവുമായിട്ട്, എൻ്റെ കുറ്റം എന്ന് വെച്ചാൽ ബി ഇസ്മി ഖത്ലി, എന്നെ നീ കൊല്ലുന്നത് കാരണത്താലുള്ള ആ ഒരു കുറ്റവുമായിട്ടും, വൈസ്മിക്ക നിൻ്റെ കുറ്റമായിട്ട്, നിൻ്റെ ഏത് കുറ്റമാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ കുറ്റം, ഇർത്തഖബ്തഹു, നീ അതിനെ ചെയ്തിട്ടുണ്ട്, മീൻ കൗലി, ഇതിൻ്റെ മുമ്പും വേണ്ടാത്ത പലതും ചെയ്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം ചെയ്തു, ഷടിച്ചു, ഇന്ന പെണ്ണി നിനക്ക് തന്നെ വേണമെന്ന് ഷടിച്ചു, അങ്ങനെ പലതും. അപ്പം നീ മുമ്പ് ചെയ്ത നിൻ്റെ ആ തെറ്റും എന്നെ കൊല്ലുന്ന കാരണത്താൽ ആ തെറ്റുമൊക്കെ ആയിട്ട് നീ മടങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫതകൂന, അങ്ങനെ നീ ആയിത്തീരും, മിൻ അസ്ഹാബിന്നാർ, നരകക്കാരുടെ കൂട്ടത്തിലായി തീരും. വലാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അബു അബി ഇസ്മിക്ക, നിൻ്റെ തെറ്റുമായിട്ട്, അതായത് നിന്നെ ഞാൻ കൊന്നിട്ടുള്ള ആ ഒരു തെറ്റുമായിട്ട് മടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എപ്പോൾ
ഇതാ കത്തൽത്തുക്ക, ഞാൻ നിന്നെ കൊന്നാൽ ഫാക്കൂന മിന്നു, അങ്ങനെയാണെങ്കിലോ ഞാൻ നരകക്കാരിൽ പെടും, അതുകൊണ്ട് ഞാനത് ഉദ്ദേശിക്കുന്നില്ല. കാലത്തായ അള്ളാഹു താല പറഞ്ഞു വദാലിക ജസാഉൽ-ളാലിമീൻ, ഈ നരകം എന്നുള്ളത് അക്രമകാരികൾക്കുള്ള പ്രതിഫലമാണ്. അപ്പോൾ തവ്വഅത്ത് വെച്ചാൽ ഭംഗിയായിട്ട് കാണിച്ചു കൊടുത്തു. സയ്യനത്ത് ലഹു, കാബീലിന് ഭംഗിയായിട്ട് കാണിച്ചു കൊടുത്തു. നഫ്സുഹു, കാബീലിൻ്റെ തന്നെ നഫ്സ്, നമ്മളുടെയൊക്കെ നഫ്സ് നമ്മളെ പിഴപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ കാബീലിൻ്റെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇച്ഛ കാബീലിനെ ഭംഗിയായിട്ട് കാണിച്ചു കൊടുത്തു. എന്തിനെ? ഖത്ല അഖീഹി, തൻ്റെ സഹോദരനെ കൊന്നുകളയലിനെ നന്നായിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം പ്രേരണയ്ക്ക് വിധേയനായി. അയാൾ കാബീൽ എന്ത് ചെയ്തു? ഫഖതലഹു, സഹോദരനായ ഹാബീലിനെ കൊന്നു. അങ്ങനെ അസ്ബഹ എന്ന് വെച്ചാൽ ഫസാറ, അങ്ങനെ കാബീലായി തീർന്നു. മിനൽ ഖാസിരീൻ, പരാജിതരായി തീർന്നു. ബി ഖത്ലിഹി, ഹാബീലിനെ കൊല്ലലുകൊണ്ട്. വലം എതിരി, എന്നാൽ കാബീലിന് അറിയില്ല. മാ യസ്നഉ ബിഹി, എന്താണ് യസ്നഉ ബിഹി, ഹാബീലിൻ്റെ ജഡത്തെയും കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. ലിയന്നഹു, കാരണം ഹാബീലിൻ്റെ ജഡ എന്താണ്? അവ്വലു മയ്യിത്തിൻ അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്തുള്ള ആദ്യത്തെ മയ്യിത്താണ്. മീൻ ബനി ആദം, മനുഷ്യരിൽ നിന്നുള്ള ആദ്യത്തെ മയ്യിത്താണ്. അങ്ങനെ ഫഹമലഹു, കാബീൽ തൻ്റെ സഹോദരനെ ചുമന്നു. അലാ ലഹ്രി, തൻ്റെ പുറത്ത് ചുമന്നു, മുതുകിൽ ചുമന്നു. ഇങ്ങനെ ചുമന്ന് കുറേ നടന്നു. അങ്ങനെ ഫബഅസല്ലാഹു, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അയച്ചു ഖുറാബിനൊരു കാക്കയെ. യബ്ഹസു, എങ്ങനത്തെ കാക്കയാണ്? യബ്ഹസു, അത് മാന്തും. ഫിൽ അർദി, ഭൂമിയിൽ. യംബുഷ്, അത് മാന്തും. അത്തുറാബ്, മണ്ണിനെ. ബിമിൻകാരിഹി, തൻ്റെ കൊക്കുപയോഗിച്ച്. വരിജിലഹി, തൻ്റെ 2 കാല് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് വൈസീറുഹു, അതിനെന്ത് ചെയ്യും? അതിനെ കോരിയിടും, അല്ലേ? കോരിയിടുക. അലാ ഖുറാബി ആഹർ, വേറൊരു കാക്കയുടെ മേലെ, മയ്യത്തിന് മരിച്ച ചത്ത ഒരു കാക്കയുടെ ജഡത്തിൻ്റെ മീതെ. മാഹു, ആ കാക്കയോട് കൂടെയുള്ള. അപ്പോൾ ഈ കാക്ക വേറൊരു ചത്ത കാക്കയായിട്ടാണ് വരുന്നത്. എന്നിട്ട് അത് മണ്ണ് മാന്തി, എന്നിട്ട് അതിൻ്റെ വെച്ച്, എന്നിട്ട് അതിൻ്റെ മേലെ ഈ മണ്ണ് കോരിയിട്ടാണ് ചെയ്യുന്നത്. ഹത്താ വാറാഹു, അങ്ങനെ ഈ കാക്ക ആ ചത്ത കാക്കേനെ മൂടി. ലിയുരിയഹു, എന്തിനാണ് അള്ളാഹു അയച്ചത് കാക്കേനെ? ലിയുരിയഹു, കാബീലിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അള്ളാഹു കൈഫ യുവാരി, എങ്ങനെയാണ് മൂടേണ്ടത്, എങ്ങനെയാണ് മറക്കേണ്ടത്. യുസ്തിറു, എങ്ങനെയാണ് മറക്കേണ്ടത്. സൗഅത്ത ജൈഫത്ത അഹി, സൗത്ത് എന്ന് വെച്ചാൽ ജീഫത്ത് അഹി, തൻ്റെ സഹോദരൻ്റെ ജഡത്തെ എങ്ങനെയാണ് മറമാടേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു കാക്കയെ അയച്ചത്. അപ്പോൾ കാബീൽ പറഞ്ഞു യാ വൈലത്ത, എൻ്റെ നാശമേ, ആജസ്തു, ഞാൻ അശക്തനായല്ലോ. ഞാൻ അശക്തനായി പോയല്ലോ. അക്കൂന, ഞാൻ ആവലിനെ തൊട്ട്. മിസ്ല ആദൽ ഖുറാബി, ഈ കാക്കയെ പോലെ എനിക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഫൗവാരി സൗവത്താഹി, കാക്കേനെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്തേനെ? സൗവത്താഹി, എൻ്റെ സഹോദരൻ്റെ ജഡത്തെ ഞാൻ മറവ് ചെയ്തേനെ. ഫാസ്ബഹ മിനൻ നാദിമീൻ, അങ്ങനെ അതും പറഞ്ഞിട്ട് അദ്ദേഹം എന്തായി? ഖേദിക്കുന്ന ആളുകളിൽ പെട്ടു. എങ്ങനെ ഖേദിച്ച കൊന്നിൻ്റെ പേരാണോ? അല്ല, അല ഹംലിഹി, കാബീലിനെ ഇത്രയും നേരം വെറുതെ ചുമന്ന് നടന്നല്ലോ. ആദ്യം അറിയെങ്കിൽ ആദ്യം മറമാടിയാനല്ലോ, ഇത്രയും ബുദ്ധിമുട്ട് ഇങ്ങനെ ചുമന്ന് നടന്നല്ലോ എന്ന് ഓർത്തിട്ട് ഖേദിച്ചു. എന്നിട്ട് വഹഫർ ലഹു, ഇതെല്ലാം കണ്ടിട്ട് ഹാബീലിന് വേണ്ടി ഒരു കുഴി ഉണ്ടാക്കി. എന്നിട്ട് വാറാഹു, ഹാബീലിനെ മറമാടി.